ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പപ്പായ പായസമാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പപ്പായ എന്ന് പറയത്തേ ഇല്ല, പപ്പായയുടെ ഒരു സ്മെല്ല് പോലുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത പപ്പായാണ് കേട്ടോ. പപ്പായ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. ഒരു 2-2.5 കപ്പോളം വരും. ഇത് നമുക്ക് ഈ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പഴുത്ത പപ്പായ അല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പേസ്റ്റ് പരുവത്തിലായി കിട്ടും. പിന്നെ ഇടയ്ക്ക് ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച ആ ഒരു പപ്പായ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പപ്പായയുടെ പച്ചമണക്കം ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ പപ്പായ വെന്ത് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ അവസാനം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-2.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2ാം പാൽ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ഇതുപോലുള്ള പീസസ് ആയിട്ടുള്ളത് 9 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 400 ഗ്രാമോളം വരും. പിന്നെ ഇത് നല്ല നീറ്റായിട്ടുള്ള ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഇത് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, നമ്മുടെ പശുവിൻ പാൽ, ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു നുള്ള്. പിന്നെ അതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് കുറച്ചൊരു 1/4 ടീസ്പൂണ് പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല തിക്കായിട്ടുള്ള 1ാം പാൽ. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ചെറുതായിട്ട് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഇത്. നമ്മൾ ഫുള്ള് പപ്പായ എടുത്തിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പപ്പായ ആണെന്ന് പറയത്തേ ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്, അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തള വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയ പാത്രം വെച്ചിട്ട് ഒന്ന് വറുത്തിടാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. അതുപോലെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്, അതുകൊണ്ട് ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. നല്ല അടിപൊളിയായിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.